ഇനി നമുക്കൊരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് പരിചയപ്പെടാം. 3 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് വൺ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ ഓർ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. സെക്കൻഡ് വൺ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ഓർ മെട്രിക്സ് മിനിമ മെത്തേഡ്. തേർഡ് വൺ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഇതിലെ ഫസ്റ്റ് മെത്തേഡായ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെല്ലാ മെത്തേഡ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ബാലൻസ്ഡ് അല്ലെങ്കിൽ ഡമ്മി റോയോ ഡമ്മി കോളംസോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രോബ്ലം ബാലൻസ്ഡ് ആക്കിയിട്ട് വേണം ഏത് മെത്തേഡായാലും അപ്ലൈ ചെയ്യുവാൻ. നമുക്ക് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡിലെ സ്റ്റെപ്സ് നോക്കാം. സ്റ്റെപ്സ് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി കൂടെ ഒരു എക്സാമ്പിൾ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിളിൽ 2 ഒറിജിൻസും 3 ഡെസ്റ്റിനേഷൻസും ഉണ്ട്. ഒറിജിൻ O1ലെ വീക്ക്ലി സപ്ലൈ 80 യൂണിറ്റ്സും O2ലെ വീക്ക്ലി സപ്ലൈ 60 യൂണിറ്റ്സുമാണ്. ഡെസ്റ്റിനേഷൻ D1ലെ വീക്ക്ലി ഡിമാൻഡ് 50 യൂണിറ്റ്സും D2ലെ 50 യൂണിറ്റ്സും D3ലെ 40 യൂണിറ്റ്സുമാണ്. പെർ യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകളാണ് കറസ്പോണ്ടിങ് സെല്ലുകളിൽ തന്നിട്ടുള്ളത്. ഇവിടെ ടോട്ടൽ സപ്ലൈ 80 + 60 which is equal to 140 യൂണിറ്റ്സ്. Total demand equal to 50 + 50 + 40 which is equal to 140. So total supply equal to total demand. തന്നിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ബാലൻസ്ഡ് ആണ്. ഇനി നമുക്ക് സ്റ്റെപ്സ് നോക്കാം. ആദ്യം ടേബിളിലെ നോർത്ത് വെസ്റ്റ് കോർണർ സെൽ അതായത് അപ്പർ ലെഫ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുക. അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് സെൽ. ദെൻ ആ സെല്ലിൽ ഒന്നുകിൽ ഒറിജിൻ O1ലെ കപ്പാസിറ്റി എക്സോസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ അതല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ D1ലെ റിക്വയർമെൻറ്റ് ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ മാക്സിമം പോസിബിൾ അലോക്കേഷൻ നടത്തുക. അതായത് ഒറിജിൻ O1ലെ കപ്പാസിറ്റി ഡെസ്റ്റിനേഷൻ D1ലെ ഡിമാൻഡ് ഇതിൽ മിനിമം ഏതാണോ ആ വാല്യൂ ആ സെല്ലിൽ അലോക്കേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് X11 ഈക്വൽ ടു മിനിമം ഓഫ് A1 B1. ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിളിൽ ഫസ്റ്റ് ഒറിജിനിലെ കപ്പാസിറ്റി 80 യൂണിറ്റ്സ് ആണ്. ഡെസ്റ്റിനേഷൻ 1ലെ ഡിമാൻഡ് 50 ആണ്. ദാറ്റ് ഈസ് A1 ഈക്വൽ ടു 80 ആൻഡ് B1 ഈക്വൽ ടു 50. ഇതിൽ മിനിമം 50 ആയതുകൊണ്ട് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് സെല്ലിലെ അലോക്കേഷൻ 50 ആണ്. ദാറ്റ് ഈസ് X11 ഈക്വൽ ടു 50. ഇതുപോലെ അലോക്കേഷൻ നടത്തിയാൽ ഡെസ്റ്റിനേഷൻ D1ലെ റിക്വയർമെൻറ്റ്സ് ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യും. കാരണം അവിടെയുള്ള വീക്ക്ലി റിക്വയർമെൻറ്റ് 50 യൂണിറ്റ്സ് ആണ്. ഒറിജിൻ O1ൽ നിന്നും ഡെസ്റ്റിനേഷൻ 1ലേക്ക് 50 യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. സോ അവിടെയുള്ള റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്തു. ഇങ്ങനെ 50 യൂണിറ്റ്സ് D1ലേക്ക് കൊടുക്കുമ്പോൾ ഒറിജിൻ O1ൽ ബാക്കി ഉണ്ടാവുക 80 - 50 അതായത് 30 യൂണിറ്റ്സ് ആണ്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഫസ്റ്റ് റോയിലെ കപ്പാസിറ്റി ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നുകിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ A1 ലെസ് B1 ആവാം, അതല്ലെങ്കിൽ B1 ലെസ് A1 ആവാം, അതുമല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആവാം. 3 കേസിലും ഡിഫറെൻറ്റ് രീതിയിലാണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അതല്ലെങ്കിൽ എളുപ്പത്തിന് പ്രീവിയസ് സ്റ്റെപ്പിൽ റിം റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്ത റോയോ കോളമോ ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് ഡിമാൻഡിലോ സപ്ലൈയിലോ ആവശ്യാനുസരണം അലോക്കേഷൻസ് സബ്സ്ട്രാക്ട് ചെയ്ത് ന്യൂ ടേബിൾ ആക്കിയിട്ട് സ്റ്റെപ്പ് 1 അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അത് പിന്നീട് പറയാം. ആദ്യത്തെ കേസായിട്ട് A1 ലെസ് B1 എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ അലോക്കേഷൻ X11 ഈക്വൽ ടു A1 ആയിരിക്കും. ആ കേസിൽ ഫസ്റ്റ് റോയിലെ കപ്പാസിറ്റി എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെർട്ടിക്കലി താഴേക്ക് ഒരു സെൽ മൂവ് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് സെല്ലിൽ നിന്നും താഴേക്ക് വെർട്ടിക്കലി ഒരു സെൽ മൂവ് ചെയ്യുന്നു. ഇതുപോലെ മൂവ് ചെയ്താൽ നമ്മൾ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് സെല്ലിലേക്ക് എത്തും. ആ സെല്ലിലാണ് ഇനി അലോക്കേഷൻ നടത്തേണ്ടത്. ഈ കേസിൽ A1 ലെസ് B1 ആയതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ X11 ഈക്വൽ ടു A1 എന്ന അലോക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ഡെസ്റ്റിനേഷൻ 1ലേക്ക് A1 യൂണിറ്റ്സ് എത്തിയിട്ടുണ്ട്. ഇനി അവിടെ B1 യൂണിറ്റ്സ് ആവശ്യമില്ല. B1 - A1 അതായത് B1 - X11 യൂണിറ്റ്സ് മാത്രമേ ആവശ്യമുള്ളൂ. സോ ഇപ്പോൾ ഫസ്റ്റ് കോളത്തിലെ റിക്വയർമെൻറ്റ് B1 - X11 ആണ്. ദെൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റിക്വയർമെൻറ്റ് ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലോ സെക്കൻഡ് ഒറിജിൻ്റെ കപ്പാസിറ്റി എക്സോസ്റ്റ് ചെയ്യുന്ന വിധത്തിലോ മാക്സിമം പോസിബിൾ അലോക്കേഷൻ ഈ സെല്ലിൽ നടത്തുക. ദാറ്റ് ഈസ് X21 ഈക്വൽ ടു മിനിമം ഓഫ് A2, B1 - X11. സെക്കൻഡ് കേസിൽ B1 ലെസ് A1 ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിലെ അലോക്കേഷൻ X11 ഈക്വൽ ടു B1 ആയിരിക്കും. ആ കേസിൽ ഫസ്റ്റ് കോളത്തിലെ റിക്വയർമെൻറ്റ് ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടലി റൈറ്റ് സൈഡിലോട്ട് ഒരു സെല്ല് മൂവ് ചെയ്യുന്നു.
ഇതുപോലെ മൂവ് ചെയ്താൽ നമ്മൾ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് സെല്ലിലെത്തും. ആ സെല്ലിലാണ് ഇനി അലോക്കേഷൻ നടത്തേണ്ടത്. ഈ കേസിൽ B1 > A1 ആയതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ x11 = B1 എന്ന് അലോക്കേഷൻ നടത്തിയിട്ടുണ്ടാകും. അതായത് ഫസ്റ്റ് ഒറിജിനിൽ നിന്നും B1 യൂണിറ്റ്സ് ഡെസ്റ്റിനേഷൻ 1ലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് റോയിലെ കപ്പാസിറ്റി A1 - B1, അതായത് A1 - x11 ആയിരിക്കും. ദെൻ ഈ സെല്ലിൽ മിനിമം ഓഫ് A1 - x11, B2 അലോക്കേഷൻ നടത്തുക. ദാറ്റ് ഈസ് x12 = മിനിമം ഓഫ് A1 - x11, B2. ഇനി തേർഡ് കേസിൽ B1 = A1 ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ x11 = A1 ഓർ x11 = B1 എന്ന അലോക്കേഷൻ നടത്തിയിട്ടുണ്ടാകും. സോ ഫസ്റ്റ് റോയിലെ കപ്പാസിറ്റി എക്സോസ്റ്റ് ചെയ്തു, അതുപോലെ ഫസ്റ്റ് കോളത്തിലെ റിക്വയർമെൻറ്റും സാറ്റിസ്ഫൈ ചെയ്തു. ഈ സിറ്റുവേഷനിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെർട്ടിക്കലി താഴേക്കോ ഹൊറിസോണ്ടലി റൈറ്റിലേക്കോ ഒരു സെല്ല് മൂവ് ചെയ്ത് അവിടെ 0 എന്ന ലൊക്കേഷൻ കൊടുക്കുക. ചില ബുക്കുകളിൽ ഈ കേസിൽ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ക്യാൻസൽ ചെയ്ത് കളയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് അലോക്കേഷൻസ് m + n - 1 കുറവായിരിക്കും. ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ലൂപ്പ് ഫോം ചെയ്യാത്ത ഇൻഡിപെൻഡൻറ്റ് പൊസിഷൻ കണ്ടുപിടിച്ച് അവിടെ ആർബിട്രറി സ്മോൾ പോസിറ്റീവ് വാല്യൂ എപ്സിലോൺ അലോക്കേറ്റ് ചെയ്യണം. ഇവിടെ പറഞ്ഞതുപോലെ ചെയ്താലും ഡീജനറസി ഉണ്ട്. ബട്ട് ഇൻഡിപെൻഡൻറ്റ് പൊസിഷൻ കണ്ടുപിടിക്കുവാൻ ബുദ്ധിമുട്ടേണ്ടി വരില്ല. 0 അലോക്കേഷനുള്ള സെല്ലിൽ 0ക്ക് പകരം എപ്സിലോൺ എന്ന് റീപ്ലേസ് ചെയ്താൽ മതി. ഇതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. റോയോ കോളമോ ക്യാൻസൽ ചെയ്ത് ന്യൂ ടേബിളിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വീണ്ടും അപ്ലൈ ചെയ്തും പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതാണ്. ഇവിടെയുള്ള എക്സാമ്പിളിൽ സെക്കൻഡ് കേസാണ് B1 > A1. നമ്മൾ x11 = B1, അതായത് x11 = 50 ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ അലോക്കേഷൻ നടത്തിയിട്ടുണ്ട്. സോ ഫസ്റ്റ് കോളത്തിലെ റിക്വയർമെൻറ്റ്സ് എല്ലാം ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്തു. നമ്മൾ ഹൊറിസോണ്ടലി റൈറ്റിലോട്ട് ഒരു സെല്ല് മൂവ് ചെയ്യുന്നു. സോ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് സെല്ലിലെത്തി. അവിടെയാണ് ന്യൂ അലോക്കേഷൻ കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫസ്റ്റ് കോളത്തിലെ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് ടേബിളിൽ നിന്നും ഫസ്റ്റ് കോളം റിമൂവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ന്യൂ ടേബിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇപ്പോൾ ഒറിജിൻ 1ലെ കപ്പാസിറ്റി 80 - 50, അതായത് 30 യൂണിറ്റ്സ് ആണ്. കാരണം D1ലേക്ക് ഓൾറെഡി 50 യൂണിറ്റ്സ് കൊടുത്തു. ദെൻ ഈ ടേബിളിലെ നോർത്ത് വെസ്റ്റ് കോർണർ സെൽ ചൂസ് ചെയ്യുക. അത് ഒറിജിനൽ ടേബിളിലെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് സെൽ തന്നെയാണ്. ദെൻ ഈ സെല്ലിൽ മിനിമം ഓഫ് A1 - x11, B2, ദാറ്റ് ഈസ് മിനിമം ഓഫ് 30, 50 എത്രയാണോ അത് അലോക്കേഷൻ നടത്തുക. ഇതിൽ മിനിമം 30 ആയതുകൊണ്ട് ടേക്ക് x12 = 30. ഇപ്പോൾ ഫസ്റ്റ് റോയിലെ കപ്പാസിറ്റി എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ തേർഡ് സ്റ്റെപ്പിൽ എല്ലാ റിക്വയർമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ സെക്കൻഡ് സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഒറിജിനിലെ കപ്പാസിറ്റി എക്സോസ്റ്റ് ചെയ്തതുകൊണ്ട് ആ റോ ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ 2ലേക്ക് ഓവണിൽ നിന്നും 30 യൂണിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ ബാക്കിയുള്ള റിക്വയർമെൻറ്റ് 50 - 30, അതായത് 20 യൂണിറ്റ്സ് ആണ്. ന്യൂ ടേബിളിലെ അപ്പർ ലെഫ്റ്റ് സെല്ലിൽ, അത് ഒറിജിനൽ ടേബിളിലെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് സെല്ലാണ്. ആ സെല്ലിൽ മിനിമം ഓഫ് 60, 20 അലോക്കേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് x22 = 20. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ 2ലേക്ക് ടോട്ടൽ 50 യൂണിറ്റ്സ് കിട്ടി. അവിടെയുള്ള റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്തു. സെക്കൻഡ് കോളം ക്യാൻസൽ ചെയ്യുന്നു. O2ലെ ന്യൂ കപ്പാസിറ്റി 60 - 20, അതായത് 40 ആണ്. ബാക്കിയുള്ള ഒരു സെല്ലിൽ മിനിമം ഓഫ് 40, 40, ദാറ്റ് ഈസ് 40 അലോക്കേറ്റ് ചെയ്യുന്നു. അത് ഒറിജിനൽ ടേബിളിലെ സെക്കൻഡ് റോയിലെ തേർഡ് സെല്ലാണ്. ദാറ്റ് ഈസ് x23 = 40. ലാസ്റ്റ് സ്റ്റെപ്പിൽ കറസ്പോണ്ടിങ് റോയിലെ കപ്പാസിറ്റിയും കറസ്പോണ്ടിങ് കോളത്തിലെ ഡിമാൻഡും ഈക്വൽ ആയിരിക്കും. നമ്മൾ ഇതുവരെ ചെയ്ത കാൽക്കുലേഷൻസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇത് ഈക്വൽ ആയിരിക്കും. സോ ഈ സ്റ്റേജിൽ O2ലെ കപ്പാസിറ്റി എക്സോസ്റ്റ് ചെയ്തു. D3ലെ റിക്വയർമെൻറ്റും സാറ്റിസ്ഫൈ ചെയ്തു. ഇത്രയുമാണ് സ്റ്റെപ്സ്. നമ്മളിവിടെ നടത്തിയിട്ടുള്ള അലോക്കേഷൻസ് x11 = 50, x12 = 30, x22 = 20 ആൻഡ് x23 = 40. ഇനി നമുക്ക് ഇനീഷ്യൽ കോസ്റ്റ് കൂടി കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ആദ്യത്തെ ടേബിളിൽ എല്ലാ അലോക്കേഷൻസും എഴുതുക. അലോക്കേഷൻസ് കറസ്പോണ്ടിങ് കോസ്റ്റുമായി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. ഒറിജിൻ 1ൽ നിന്നും 1 യൂണിറ്റ് ഡെസ്റ്റിനേഷൻ 1ലേക്ക് എത്തിക്കുവാനുള്ള കോസ്റ്റ് 10 റുപ്പീസാണ്. നമ്മൾ ആ സെല്ലിൽ നടത്തിയ അലോക്കേഷൻ 50 ആണ്. അതായത് ഒറിജിൻ 1ൽ നിന്നും 50 യൂണിറ്റ്സ് ഡെസ്റ്റിനേഷൻ D1ലേക്ക് എത്തിക്കുന്നു. സോ അതിനുള്ള കോസ്റ്റ് 50 × 10, അതായത് 500 റുപ്പീസാണ്.
അതുപോലെ ഓവണിൽ നിന്നും 30 യൂണിറ്റ്സ് D2ലേക്ക് എത്തിക്കുന്നു. യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 8 ആണ്. സോ ഇതിനുള്ള ടോട്ടൽ കോസ്റ്റ് 30 × 8 അതായത് 240 ആണ്. ഇതുപോലെ O2വിൽ നിന്നും 20 യൂണിറ്റ്സ് D2ലേക്ക് എത്തിക്കുവാനുള്ള കോസ്റ്റ് 20 × 10. O2വിൽ നിന്നും 40 യൂണിറ്റ്സ് D3ലേക്ക് എത്തിക്കുവാനുള്ള കോസ്റ്റ് 40 × 5. ബാക്കി എല്ലാ ലൊക്കേഷൻസും 0 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അതായത് O1ൽ നിന്നും D3യിലേക്കും O2വിൽ നിന്ന് D1ലേക്കും ഒന്നും ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല. സോ അവ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ടോട്ടൽ ഇനീഷ്യൽ കോസ്റ്റ് ഈക്വൽ ടു 50 × 10 പ്ലസ് 30 × 8 പ്ലസ് 20 × 10 പ്ലസ് 40 × 5 which is equal to 1140 rupees. ഇതുപോലെയാണ് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ അപ്ലൈ ചെയ്ത് ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ദെൻ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ആൻ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ടു ദി ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം യൂസിങ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. 3 ഒറിജിൻസും 3 ഡെസ്റ്റിനേഷൻസുമുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ടാബുലർ ഫോം ഇവിടെ തന്നിട്ടുണ്ട്. ടോട്ടൽ കപ്പാസിറ്റി ഈക്വൽ ടു 320 ആൻഡ് ടോട്ടൽ റിക്വയർമെൻറ്റ് ഈക്വൽ ടു 320. രണ്ടും ഈക്വൽ ആണ്. സോ പ്രോബ്ലം ബാലൻസ്ഡ് ആണ്. ദെൻ ടേബിളിലെ അപ്പർ ലെഫ്റ്റ് സെല്ല് ചൂസ് ചെയ്യുന്നു. ഫസ്റ്റ് റോയിലെ കപ്പാസിറ്റി 100, ഫസ്റ്റ് കോളത്തിലെ ഡിമാൻഡ് 120, അതിലെ മിനിമം 100 ആയതുകൊണ്ട് ആ സെല്ലിൽ X11 ഈക്വൽ ടു 100 എന്ന ലൊക്കേഷൻ കൊടുക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് റോയിലെ കപ്പാസിറ്റി എക്സോസ്റ്റ് ചെയ്തു. സോ ആ റോ ക്യാൻസൽ ചെയ്യുന്നു. ക്യാൻസൽ ചെയ്യുന്ന റോ ഫുൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ടേബിളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതുപോലെ ഒരു സിംഗിൾ ടേബിളിൽ തന്നെ എല്ലാ ലൊക്കേഷൻസും നടത്താവുന്നതാണ്. ഷെയ്ഡ് ചെയ്ത റോസും കോളംസും അവിടെ പ്രസൻ്റ് അല്ല എന്ന് അസ്യൂം ചെയ്താൽ മതി. ചിലപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നതിന് പകരം ഒരു ലൈൻ യൂസ് ചെയ്ത് സ്ട്രൈക്ക് ചെയ്യാറുണ്ട്. ദെൻ ഇവിടെ ഫസ്റ്റ് റോ പ്രസൻ്റ് അല്ല. D1ലേക്ക് ഓവണിൽ നിന്നും ഓൾറെഡി 100 യൂണിറ്റ്സ് കിട്ടി. ഇനി D1ലെ റിക്വയർമെൻറ്റ് 20 ആണ്. സോ 120യിൽ നിന്നും 100 കുറച്ച് അത് സ്ട്രൈക്ക് ചെയ്ത് പകരം റിക്വയർമെൻ്റ് ആയിട്ട് 20 എഴുതുന്നു. ദെൻ ഇതിലെ നോർത്ത് വെസ്റ്റ് കോർണർ സെൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് സെല്ലാണ്. ഫസ്റ്റ് റോ പ്രസൻ്റ് അല്ല. കറസ്പോണ്ടിങ് കപ്പാസിറ്റി 70, റിക്വയർമെൻറ്റ് 20, മിനിമം 20 ആയതുകൊണ്ട് X21 ഈക്വൽ ടു 20 എന്ന അലോക്കേഷൻ നടത്തുന്നു. ഇപ്പോൾ ഫസ്റ്റ് കോളത്തിലെ റിക്വയർമെൻറ്റ് ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്തു. അവിടേക്ക് ടോട്ടൽ 120 യൂണിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. സോ ഫസ്റ്റ് കോളം ഷെയ്ഡ് ചെയ്യുന്നു. O2വിൽ നിന്നും 20 യൂണിറ്റ്സ് D1ലേക്ക് കൊടുത്തിട്ടുണ്ട്. സോ O2വിലെ ന്യൂ കപ്പാസിറ്റി 70 - 20 50 യൂണിറ്റ്സ് ആണ്. നൗ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും ഇല്ലാത്ത ന്യൂ ടേബിളിലെ നോർത്ത് വെസ്റ്റ് കോർണർ സെൽ ഇതാണ്. സെക്കൻഡ് റോയിലെ സെക്കൻഡ് സെൽ. കറസ്പോണ്ടിങ് കപ്പാസിറ്റി 50, റിക്വയർമെൻറ്റ് 90. ഇതിൽ മിനിമം 50 ആയതുകൊണ്ട് X22 ഈക്വൽ ടു 50 എന്ന ലൊക്കേഷൻ നടത്തുന്നു. ഇപ്പോൾ സെക്കൻഡ് റോയിലെ കപ്പാസിറ്റി എക്സോസ്റ്റ് ചെയ്തു. സോ സെക്കൻഡ് റോ ഷെയ്ഡ് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. D2വിലേക്ക് 50 യൂണിറ്റ്സ് കിട്ടിയതുകൊണ്ട് ഇനി അവിടെയുള്ള ഡിമാൻഡ് 40 യൂണിറ്റ്സ് ആണ്. ന്യൂ ടേബിളിലെ അപ്പർ ലെഫ്റ്റ് സെല്ല് ഇതാണ്. തേർഡ് റോയിലെ സെക്കൻഡ് സെൽ. കറസ്പോണ്ടിങ് കപ്പാസിറ്റി 150, റിക്വയർമെൻറ്റ് 40. ഇതിൽ മിനിമം 40 ആയതുകൊണ്ട് X32 ഈക്വൽ ടു 40 എന്ന ലൊക്കേഷൻ നടത്തുന്നു. ഇപ്പോൾ സെക്കൻഡ് കോളത്തിലെ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്തു. സെക്കൻഡ് കോളം ഷെയ്ഡ് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. O3യിലുള്ള ന്യൂ കപ്പാസിറ്റി 110 ആണ്. ആകെ ഒരു സെല്ല് മാത്രമേ ബാക്കിയുള്ളൂ. കറസ്പോണ്ടിങ് കപ്പാസിറ്റിയും കറസ്പോണ്ടിങ് ഡിമാൻഡും 110 ആണ്. സോ X33 ഈക്വൽ ടു 110 എന്ന് ചൂസ് ചെയ്യുന്നു. അത് ആ സെല്ലിൽ അലോക്കേഷൻ നടത്തുന്നു. ഇവിടെ 3 റോസാണ്. സോ M ഈക്വൽ ടു 3. 3 കോളംസുമുണ്ട്. സോ N ഈക്വൽ ടു 3. M + N - 1 ഈക്വൽ ടു 5 ആണ്. ഇവിടെ എക്സാക്ട്ലി 5 പോസിറ്റീവ് അലോക്കേഷൻസ് ഉള്ളതുകൊണ്ട് ഈ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ നോൺ ഡീജനറേറ്റ് ആണ്. ഇനി നമുക്ക് ടോട്ടൽ ഇനീഷ്യൽ കോസ്റ്റ് കൂടി കണ്ടുപിടിക്കാം. അതിനുവേണ്ടി അലോക്കേഷൻസ് കറസ്പോണ്ടിങ് സെല്ലിലെ കോസ്റ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി. ഇനീഷ്യൽ കോസ്റ്റ് ഈക്വൽ ടു 100 × 15 + 20 × 8 + 50 × 17 + 40 × 11 + 110 × 6 which is equal to 3610 rupees. ഇതാണ് ഇനീഷ്യൽ കോസ്റ്റ്. ഇനീഷ്യൽ കോസ്റ്റ് യുണീക്ക് അല്ല. ഡിഫറെൻറ്റ് മെത്തേഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഇനീഷ്യൽ കോസ്റ്റ് കിട്ടാം. ചിലപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ സ്റ്റെപ്പ് 2വിൽ പറഞ്ഞ ടൈം വന്നാൽ ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ച് ഇനീഷ്യൽ കോസ്റ്റ് ഡിഫറെൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്.